പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫ്ലിക്റ്റുകൾ കപ്പിൾസിന്റെ ഇടയിലുള്ള അല്ലെങ്കിൽ മാരിറ്റൽ റിലേഷൻഷിപ്പിലുള്ള കോൺഫ്ലിക്റ്റുകൾ സംസാരിച്ച് ഡീലാക്കാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മാരേജിനെ ശിഥിലമാക്കും അല്ലെങ്കിൽ നശിപ്പിക്കുമെന്നൊക്കെ. തീർത്തും തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണിത്. അതെ, കോൺഫ്ലിക്റ്റുകൾ ഫേസ് ചെയ്യുകയോ അത് സംസാരിച്ച് അതിനെ മാനേജ് ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഇല്ലാതെ തന്നെ പലപ്പോഴും പലപ്പോഴും വിവാഹങ്ങൾ ആരോഗ്യപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ അത് പറയാം. രാജുവും രമയും വിവാഹിതരാണ്. വഴക്കുണ്ടാവുന്ന സമയത്ത് രമയുടെ രീതി എന്ന് പറയുന്നത്, രമ തന്റെ കൂട്ടുകാരികളെയും ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് താങ്കളെ തന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന രീതിയാണ്. അതേ സമയത്ത് രഞ്ജു എന്ന് പറയുന്നത് ഇങ്ങനെ പ്രശ്നങ്ങളും കോൺഫ്ലിക്റ്റുകളൊക്കെ അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് രഞ്ജു പതിയെ ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നടക്കാൻ അങ്ങ് പോകും. ഒരു 15-20 മിനിറ്റ് നടത്താൻ പാസ്സാക്കിയിട്ട് അങ്ങ് തിരിച്ചു വരും. അവർ രണ്ടുപേരും ആ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഡിസ്കസും ചെയ്യാറില്ല, അതിനെ അങ്ങ് വിട്ടുകളയാ പതിവ്. കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു പഠനം നടന്നപ്പോൾ ഇവരടുത്ത് ചോദിക്കുക, നിങ്ങളുടെ വിവാഹ ജീവിതം എങ്ങനെയാണ്, എത്രത്തോളം സാറ്റിസ്ഫാക്ടറി ആണ്? അവരുടെ റീപ്ലൈ എന്ന് പറയുന്നത്, അവരുടെ വിവാഹം വളരെ സാറ്റിസ്ഫാക്ടറി ആണ്, വളരെ ഹെൽത്തിയാണ്. നീ എന്തിന് തങ്ങളുടെ മക്കൾക്കും ഇത്തരത്തിലുള്ള ആരോഗ്യപൂർണമായിട്ടുള്ള സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള തങ്ങളെ പോലത്തെ വിവാഹം ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കത് വളരെ സന്തോഷം നൽകും എന്നാണ് അവരുടെ പറച്ചിൽ. ഇവിടെ ഈ കോൺഫ്ലിക്റ്റുകളെ തുറന്ന് സംസാരിക്കാതെ, അതിനെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാതെ ഡീൽ ചെയ്യുന്ന രീതി ഇവരുടെ മാരേജിന് വളരെ ഹെൽപ്ഫുള്ളായി മുന്നോട്ട് നയിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഒരു മാരിറ്റൽ റിലേഷൻഷിപ്പിൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ച് അതിനെ ഡീൽ ചെയ്യണമെന്നൊരു നിർബന്ധമൊന്നുമില്ല. പലരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നതും ഡീൽ ചെയ്യുന്നതും വ്യത്യസ്ത രീതികളിലാണ്. ചില ആൾക്കാർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ ശാന്തമായിരുന്ന് സംസാരിച്ച് അതിനൊരു ഉത്തരം കണ്ടെത്താനോ ഒരു സൊല്യൂഷൻ കണ്ടെത്താനോ ശ്രമിക്കും. ചില ആൾക്കാർ അത് ഓളിയിട്ട് ഫൈറ്റ് ചെയ്ത് അതിൽ കുറച്ചു നേരം സംസാരിച്ച് ഫൈറ്റ് ചെയ്ത് ആർഗ്യുമെന്റേറ്റീവ് ചെയ്തിട്ട് അതിനെ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ചില ആൾക്കാരാകട്ടെ അതിനെക്കുറിച്ച് തീരെ സംസാരിക്കാതെ വേറെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധയർപ്പിച്ചിട്ട് അത് ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഈ മൂന്നും ഒന്നിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ടതല്ല. മൂന്നും ഒരേ രീതിയിൽ മെച്ചപ്പെട്ടതാണ്. എപ്പോൾ ഇത് അവരുടെ മാരേജിനെ ഹെൽത്തിയർ ആയിട്ട് അതുപോലെ തന്നെ ഹാപ്പിലി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുകയാണെങ്കിൽ ഈ 3 അപ്രോച്ചുകളും ഒരേ രീതിയിൽ തന്നെ ഹെൽത്തിയർ ആയിട്ടുള്ളതാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത്, പലർക്കും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും നേരിടാനും വ്യത്യസ്ത രീതികളുണ്ട്. ആ വ്യത്യസ്ത രീതികൾ ഓരോ രണ്ട് പാർട്ട്നേഴ്സിനും ഹെൽപ്ഫുള്ളാണ്, ഹെൽത്തിയർ ആണെങ്കിൽ അത് അവരുടെ മാരേജിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് അവർക്കുള്ള നല്ല രീതി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രീതി മറ്റൊന്നിനേക്കാൾ ഒരിക്കലും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റുകളെ അഡ്രസ്സ് ചെയ്യാത്തത് ഒരിക്കലും ഒരു മാരേജിനെ ശിഥിലവുമാക്കുന്നില്ല.